റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റർ പരിപാടിയിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺകുമാർ 2 വനിതാ മടലുകളെ തുറന്നു കാട്ടി. ഒന്ന് പരുത്തിക്കുരു, പറയേണ്ടതില്ലല്ലോ. ഈ നൂറ്റാണ്ടിലല്ല, അടുത്ത നൂറ്റാണ്ടിൽ പോലും മാധ്യമപ്രവർത്തകയാകാൻ യാതൊരു യോഗ്യതയില്ല. ചില കുറുക്കു വഴികളിലൂടെ ചില സീറ്റുകളിലെത്തിയ വ്യക്തി. മറ്റത് സംഗിണി. അറിയാലോ, സാഹചര്യത്തിനനുസരിച്ച് നിറം മാറിക്കൊണ്ടിരിക്കുന്ന സംഗിണിയുടെ യഥാർത്ഥ പ്രതിരൂപം. ഇവർ രണ്ടുപേരുമാണ് PV അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട് CPMന്റെ പാർട്ടി ഫോറത്തിൽ PV അൻവർ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ടിരുന്ന് തള്ളി മറിക്കുകയാണ്. എന്താണ് വസ്തുതയെന്നോ പാർട്ടി ഫോറത്തിലെ ചർച്ച എങ്ങനെയാണെന്നോ PV അൻവർ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണ് അങ്ങനെ പറയാനുള്ള കാര്യത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല. എനിക്ക് എൻ്റേതായ കുറേ ഭാവനാ കഥകളുണ്ട്. ആ കഥകളുടെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറച്ച് സംഘി ഫോളോവേഴ്സിനും കുറച്ച് കൊങ്ങി ഫോളോവേഴ്സിനും പിന്നെ കുറച്ച് മൂരി അടിമകൾക്കും വേണ്ടി ഡയലോഗ് തള്ളി അങ്ങ് വിടും. ആ ഡയലോഗ് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സമാധാനം കിട്ടും. വസ്തുതയാകണമെന്നില്ല, എന്തെങ്കിലും ഇതുപോലുള്ള മടലുകളിൽ നിന്ന് കേട്ടാൽ മതി, അവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം. അതിനു വേണ്ടിയിരുന്ന് ഞങ്ങൾ എല്ലാ വിഷയത്തിലും സർവ്വവിജ്ഞാനകോശമാണെന്നും എല്ലാ വിഷയത്തെയും അരച്ചു കലക്കി കുടിച്ചവരാണെന്നുള്ള നിലയ്ക്ക് ഡയലോഗ് കാച്ചി വിടുമ്പോഴാണ് നിവർത്തികേട് കൊണ്ട് അരുൺകുമാറിന് ഇങ്ങനെ ഒരു വാചകം പറയേണ്ടി വന്നത്. മനുഷ്യനും വിചാരിക്കില്ല ഈ പാർട്ടിയെ അറിയാത്ത ആളുകൾ മാത്രമേ അങ്ങനെയൊക്കെ പൊയ്ക്കൂടെ എന്നൊക്കെ നിഷ്കളങ്കമായി ചോദിക്കുള്ളൂ. അതിനൊരു PV അൻവറോ ഒരു KT ജലീലോ CPIMന്റെ ചിഹ്നത്തിലല്ലാതെ അല്ലെങ്കിൽ CPIMന്റെ അംഗമല്ലാതെ മത്സരിച്ച ഒരു MLA CPMന്റെ ഒരു MLA മുഖ്യമന്ത്രിയോട് CPMൽ ഒരു MLA മുഖ്യമന്ത്രിക്കെതിരെ, അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിക്കെതിരെ പരാതിയുമായിട്ട് പോവില്ല. ശരിയാണോ? പോവില്ല. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കുള്ളിലെ ആളുകൾക്കുള്ള ഈ വിഷമവും ഈ ബുദ്ധിമുട്ടും ഒക്കെ പറയാൻ ആരെങ്കിലും വേണ്ടി അതിനൊരു അൻവർ വന്നതിന് അൻവറിനെ എല്ലാവരും കൂടി എന്തിനാണ് ഇങ്ങനെ പാർട്ടിയുടെ ഉള്ളിലെ മനുഷ്യരുടെ ദുഃഖങ്ങൾ പറയാനുള്ള പാർട്ടി സെക്രട്ടറി അത് കേൾക്കുന്നില്ല. പാർട്ടി സെക്രട്ടറി മുന്നിൽ ആരാ പരാതി കൊടുത്ത? PV അൻവർ. ഈ ഇരിക്കുന്ന രണ്ടുപേർക്കും ഈ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ലളിതമായ കാര്യം. എന്തായാലും ഈ പാർട്ടിയിലെ സംഘടനാ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യം. അങ്ങ് പഠിച്ചോളൂ, ഇറങ്ങിക്കോളൂ. നമ്മള് കൊലപാതകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊലപാതകം ചെയ്യാനല്ല. കേട്ടല്ലേ, CPM സംഘടനാ സംവിധാനത്തെ കുറിച്ച് എനിക്ക് പഠിക്കണമെന്നില്ല, ഞാൻ അതിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകയായിട്ടുള്ള സംഗിണി. ഇത്രയും കാലം ഓരോ വിഷയങ്ങളിലും ചർച്ചയ്ക്കിരിക്കുന്നത് എങ്ങനെയാണ് ഈ സംഘടനാ സംവിധാനത്തിന്റെ പ്രാഥമികമായിട്ടുള്ള അറിവ് പോലുമില്ലാതെ വെറുതെ ഇരുന്ന് വായിൽ തോന്നുന്നത് ഈ സംഗിണി ഇരുന്ന് എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നു എന്നതിനപ്പുറം മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത്? എന്തുകൊണ്ട് PV അൻവർ പാർട്ടി ഫോറത്തിൽ പരാതി കൊടുത്തെന്നോ എന്തുകൊണ്ടത് തുറന്നു പറഞ്ഞതിനോ എന്നതിനെ സംബന്ധിച്ചൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണ്ട. എനിക്ക് എൻ്റേതായിട്ടുള്ള ചില തോന്നലുകൾ വരും. ആ തോന്നലുകളാണ് യാഥാർത്ഥ്യം. ആ തോന്നലുകൾ ഞങ്ങളുടെ അടിമകളിലേക്ക് അങ്ങോട്ട് തള്ളി വിട്ടുകൊടുക്കണം. അടിമകൾ ഇതിങ്ങനെ പാടിക്കൊണ്ട് നടക്കും. ഈ 2 മുതലുകളും ബേസിക്കലി വിഷയങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരാണ്. കുറേ പതിവ് രീതികളുണ്ട്. അതായത് അറിവ് വേണ്ട, ഏതെങ്കിലും വിഷയത്തിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മറ്റൊരു ഉദാഹരണം എടുത്ത് അതിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ട് നിങ്ങൾ അന്ന് ഇത് ചെയ്തില്ലേ, നിങ്ങൾ ഇന്ന് ഇത് ചെയ്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിഷയത്തെക്കുറിച്ചുള്ള സ്വന്തം അറിവില്ലായ്മയെ മറയ്ക്കുന്ന 2 മടലുകളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് അരുൺകുമാറിന് ഏറ്റവും ഒടുവിൽ ചോദിക്കേണ്ടി വന്നത്, ആരെങ്കിലും കൊലപാതകത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊലപാതകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്നത് കൊലപാതകം ചെയ്യാൻ വേണ്ടിയല്ല, അത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ CPM സംഘടനാ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാലേ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാർത്തകൾ വരുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കാം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ചുള്ള സാമാന്യ യുക്തിയാണ്. ആ യുക്തിബോധമില്ലാത്ത 2 മര ആണെന്ന് ഈ 2 രത്നങ്ങളെയും വിളിക്കേണ്ടി വരികയാണ്. സ്ത്രീ ആയതുകൊണ്ട് അവിടെ ആ വാക്ക് ഫില്ല് ചെയ്യുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വാചകം ചേർക്കാം. നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിലും അതിനും ഒരു അതിര് വേണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് വയ്ക്കുന്നത്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഓടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി ഇരുത്തിയിരിക്കുന്ന ഇത്തരം അവതാരങ്ങളുടെ ഓരോ വിഷയങ്ങളിലെയും ഒരു പൊതു അറിവ് എത്രത്തോളം ഉണ്ടെന്ന് ഈ വിഷയം തെളിയിക്കുകയാണ്. എന്തായാലും അരുൺകുമാർ പറഞ്ഞ വാചകം 2 മടലുകളെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടാൻ ഗുണകരമായി എന്ന് നിസ്സംശയം പറയാം.